ഹലോ അസ്സലാമു അലൈക്കും. ഒരു വെടിക്ക് 3 പക്ഷി എന്നെല്ലാം കേട്ടിട്ടല്ലേ ഉള്ളൂ. എന്നാൽ ഇപ്പോൾ ഇതാ സെയിം അതേ അവസ്ഥയാട്ടോ. ഒരു വെടിക്ക് നമുക്ക് 3 തരത്തിലുള്ള ജ്യൂസ് റെഡിയാക്കി എടുക്കാം കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല റീഫ്രഷിങ് ആയിട്ടുള്ള ഡ്രിങ്ക് തന്നെ കേട്ടോ. ഈ ചൂടും ക്ഷീണവും ദാഹവും ഒക്കെ മാറ്റാൻ പറ്റിയ നല്ല അടിപൊളി ഡ്രിങ്കാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റിലത്തെ റെസിപ്പി നോക്കാം. ആദ്യത്തേത് ബീട്രൂട്ട് ലൈമാണ് കേട്ടോ. അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് പഞ്ചസാര ഒരു 1/4 കപ്പ്, ബീട്രൂട്ട് ജ്യൂസ്, ഒരു കുഞ്ഞ് പീസ് ഇഞ്ചി, ഒരു ഗ്ലാസ് വെള്ളം കേട്ടോ. ഈ ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെ കണക്കാണ് കേട്ടോ ഈ പറയുന്നത്. ഒരു 2 ടേബിൾ സ്പൂണ് ചെറുനാരങ്ങൻ്റെ നീരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ട ഒരു 3 ഏലക്കായും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ അടിച്ചെടുക്കാം കേട്ടോ. ഇതിനെ മൂടി അടച്ച് വെച്ചിട്ട് നല്ല പോലെ അടിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇതാ ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് സോക്ക് ചെയ്ത് വെച്ച് ചിയാ സീഡില്ല, അത് 1 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിയാ സീഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കസ്കസില്ലേ അതാണെങ്കിലും എടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ അടിച്ച ജ്യൂസില്ലേ അത് അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റിലത്തെ ജ്യൂസ് ഏകദേശം ഇവിടെ റെഡി ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രിങ്കാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ പുറത്തൊക്കെ പോയി വന്നിട്ട് ക്ഷീണം പിടിച്ച് വെക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ ഇത് കുടിച്ചാൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ. അപ്പോൾ ഇത് ഫസ്റ്റിലത്തെ ബീട്രൂട്ട് ലൈം ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പറാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പി നോക്കാം. മിൻറ്റ് ലൈം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കുഞ്ഞു പീസ് ഇഞ്ചിയും ഒരു 1/4 കപ്പിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 കപ്പില്ല, 2 ടേബിൾ സ്പൂൺ തന്നെ ചെറുനാരങ്ങ നീരില്ലേ അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് 3 ഏലക്കായും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്ലേവറിനനുസരിച്ച് ഏലക്കായ ഇട്ട് കൊടുക്കാം, എത്രത്തോളം വേണോ അതിനനുസരിച്ച്. പിന്നെ കുറച്ചധികം തന്നെ മിൻറ്റ് ലീഫില്ലേ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിനെ മൂടി അടച്ച് വെച്ചിട്ട് നല്ലതുപോലെ ഇതും അടിച്ചെടുക്കാം കേട്ടോ. ഒട്ടും തന്നെ തരിതരിപ്പില്ലാണ്ട് നല്ലോണം അടിഞ്ഞ് കിട്ടുകയും വേണം. അപ്പോൾ ഇത് അടുത്തതും അതേപോലെ റെഡിയാക്കി എടുക്കാം. ഗ്ലാസ്സിൽ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ നേരത്തെ ചെയ്ത പോലെ ചിയാ സീഡ് സോക്ക് ചെയ്ത് വെച്ച ചിയാ സീഡില്ലേ അതാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അടിച്ചെടുത്ത ജ്യൂസില്ലേ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല റിഫ്രഷിങ് ആയിട്ടുള്ള മിൻറ്റ് ലൈം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സൂപ്പർ ടേസ്റ്റിയാണ്. ഇതിൻ്റെയും ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അടിപൊളിയായിട്ട് ട്രൈ ചെയ്താൽ മനസ്സിലാവും കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റുള്ളൂ. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ ചെറുനാരങ്ങയും വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ മാത്രമല്ല, എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ചേരുവകൾ മാത്രമാണ് നമ്മളിതിലേക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നല്ല അടിപൊളിയിൽ എപ്പോൾ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് അടുത്ത ലൈം റെഡിയാക്കാം. നമ്മളിപ്പോൾ കൂൾ ബാറിലൊക്കെ പോയാൽ കുടിക്കുന്ന ലൈമില്ലേ നല്ല ടേസ്റ്റില്ല, വൈറ്റ് കളറും കിട്ടുമല്ലോ. അതും അയ്യോ പപ്സും നല്ല അടിപൊളിയല്ലേ. ആ സെയിം ലൈം നമുക്ക് വീട്ടിലെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഇഞ്ചി ഏലക്കായി സോക്ക് ചെയ്ത് വെച്ച കാഷ്യൂസ് ഇല്ലേ അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 1 ഗ്ലാസ് വെള്ളത്തിൻ്റെ അളവിന് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എത്ര ഗ്ലാസ്സാണോ ഉണ്ടാക്കിയെടുക്കുന്നത് അതിനനുസരിച്ച് മധുരം കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. എന്നിട്ട് ഇതും അടിച്ചെടുത്തിട്ട് നല്ലതുപോലെ ഫൈനായിട്ട് അടിച്ചെടുക്കുക കേട്ടോ. കാഷ്യൂ നല്ലോണം അടിഞ്ഞ് കിട്ടണം. എന്നിട്ട് ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്, ചിയാ സീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നതിന് ശേഷം നമ്മൾ അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കൂൾ ബാറിലുള്ളവർക്ക് മാത്രമല്ല കേട്ടോ, ഇത് നമുക്കും റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അടിപൊളിയാണ്. ഇത് 3 നിങ്ങൾ ട്രൈ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ ഇത് എത്രത്തോളം അടിപൊളിയാണെന്നുള്ളത്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളെ 3 ഡ്രിങ്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ ആരും മറക്കരുത്. ഇഫ്താറിൻ്റെ സമയത്തെല്ലാം ഉണ്ടാക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള ഡ്രിങ്ക്സാണ് കേട്ടോ. അപ്പോൾ ഒക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഓക്കെ.